മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്റർ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോച്ചി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കോച്ചി-ഓയിലർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ റോൺസ്കെയിൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. റോൺസ്കെയിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്ലാസിന്റെ അവസാനം ഡിസ്കസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത്. കാരണം ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതവിടെ നിൽക്കട്ടെ. കാരണം ഇന്ന് നമുക്കൊരു സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പൊ തുടങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ടോപ്പിക്കിൽ തുടങ്ങാം. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോച്ചി-ഓയിലർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കോച്ചിയും ഓയിലറും അവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് കോച്ചി-ഓയിലർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ടും രണ്ട് ആൾക്കാരാണ്, ഒരാളല്ല കേട്ടോ. രണ്ടുപേരെയും നമുക്ക് വളരെയധികം ആവശ്യമുള്ള ആൾക്കാരാണ്. ഓയിലർ ഇക്വേഷൻ വളരെ ഫേമസ് ആണ്. വേറെ ഓയിലറിന്റെ മാത്രമായിട്ട് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. കോച്ചിക്ക് മാത്രമായിട്ട് ഇന്റഗ്രേഷൻ റിലേറ്റ് ചെയ്ത് ഇന്റഗ്രൽ ഫോർമുലാസ് ഒരുപാടുള്ള ആളാണ് കോച്ചി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുണ്ട്. കോംപ്ലക്സ് അനാലിസിസിനകത്ത് കോംപ്ലക്സ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നീട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണ് കോച്ചി ഫോർമുല അല്ലെങ്കിൽ കോച്ചി ഇന്റഗ്രൽ അക്കോർഡിംഗ് ടു കോച്ചിസ് തിയറം. അപ്പൊ കോച്ചി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് റിലേറ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഓയിലേഴ്സ് ഇക്വേഷൻ, അപ്പം എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അതുപോലുള്ള ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിച്ച ആളാണ് ഓയിലർ എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് നേരെ കോച്ചി-ഓയിലർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻഷ്യൽ ഇക്വേഷനകത്താണ് ഇവർക്ക് എന്താണ് സംഭാവന എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ മാത്രമായിട്ട് വേറെ ഇക്വേഷൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഉണ്ട്. കോച്ചി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നറിയപ്പെടുന്ന ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമുക്ക് കയറാം. സോ അപ്പൊ നമുക്ക് നേരെ ഹെഡിങ് കൊടുക്കാം. കോച്ചി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കോച്ചി-ഓയിലർ നമ്മൾ പറയുന്നത് ഓയിലർ എന്നാണെങ്കിലും യൂളർ എന്നാണ് അതിന്റെ, നമ്മൾ സ്പെല്ലിംഗ് നോക്കി വായിക്കുമ്പോൾ യൂളർ എന്ന് നമുക്ക് തോന്നും. ചിലർ ഊള എന്നൊക്കെ പറയാറുണ്ട്. സോ കോച്ചി-ഓയിലർ എന്നാണ് വായിക്കേണ്ടത്. ഓയിലർ, കോച്ചി-ഓയിലർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ശരിക്കും ഇത് പറയുന്ന ഉച്ചാരണ രീതി പലതാണ്. ശരിക്കും നമ്മൾ പറയുന്നത് തന്നെയാണോ ശരിയെന്ന് നമുക്കറിയില്ല. ഇപ്പം എൽ ഹോസ്പിറ്റൽസ് റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അണ്ടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് എന്ന് പറഞ്ഞ് എൽ ഹോസ്പിറ്റൽസ് റൂൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ശരിക്കും എൽ ഹോസ്പിറ്റൽസ് എന്നല്ല അത് പറയേണ്ടത്. സ്പെല്ലിംഗ് അനുസരിച്ച് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് എന്ന് വായിക്കുന്നതാണ്. ശരിക്കും ലാപ്പിത്താൽ എന്നാണ് അത് പറയേണ്ടത്. അപ്പം പറയുന്ന രീതി അഥവാ ഉച്ചാരണം എന്ന് പറയുന്നത് പലതും ഡിഫറെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പെല്ലിംഗ് എങ്കിലും കറക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. സ്പെല്ലിംഗ് ആണെങ്കിൽ എനിക്ക് എപ്പോഴും തെറ്റാറുണ്ട്. അപ്പൊ നിങ്ങളത് തിരുത്തിക്കോളുക. നിങ്ങൾ കാണുവാണെങ്കിൽ ഞാൻ സ്പെല്ലിങ്ങിന് അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പ്രോബ്ലം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്പെല്ലിങ്സ് വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തിക്കണം. കാരണം സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. ഓക്കെ, കോച്ചി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമേ അതിന്റെ ജനറൽ ഫോം എഴുതാം. ജനറൽ ഫോം നിങ്ങൾക്ക് വലിയ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുള്ളത് അഥവാ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് സെക്കൻഡ് ഓർഡർ ആണ് പ്രധാനമായിട്ടും. സോ ആദ്യമേ എങ്കിലും നമ്മൾ പഠിച്ചു തുടങ്ങുമല്ലോ. അപ്പൊ നമുക്ക് ജനറൽ ഫോമിൽ തുടങ്ങാം. The general form of a Cauchy-Euler ordinary differential equation is a0 into x raised to n into d raised to ny by dx raised to n plus a1 into x raised to n minus 1 into d raised to n minus 1 by dx raised to n minus 1 plus a2 into x raised to n minus 2 into d raised to n minus 2y divided by dx raised to n minus 2 plus etc plus a_ny is equal to r of x. This is the general form of a Cauchy-Euler ordinary differential equation. ഇനി നമുക്ക് പർട്ടിക്കുലർലി പഠിക്കാനുള്ളത് സെക്കൻഡ് ഓർഡർ Cauchy-Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനുമുമ്പ് ഇതിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ എക്സിന്റെ പവർ കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം മാത്രം കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോയിഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ വരുന്നു. അപ്പൊ ഇതുവരെ പഠിച്ചതെല്ലാം കോയിഫിഷ്യൻസ് കോൺസ്റ്റന്റ്സ് ആയിരുന്നു. ഡിഫറൻഷ്യൽ ടേമിന്റെ കോയിഫിഷ്യൻ കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ കോയിഫിഷ്യന്റ് ആയിട്ട് എന്ത് വരുന്നു? ഫംഗ്ഷൻ വരുന്നു. ആ ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. എക്സിന്റെ ഡിഫറെന്റ് പവേഴ്സ്.
പർട്ടിക്കുലർലി ഡിക്രീസിങ് പവേഴ്സ് ആണ് ഓരോ ടേം കഴിയുമ്പോഴും വരുന്നത്. ഇവിടെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കണം, ഇവിടെ എക്സ് റൈസ് ടു 0 ആയിരിക്കണം. ഇവിടെ എക്സ് ക്യൂബ് ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആയിരിക്കണം, ഇവിടെ എക്സ് ആയിരിക്കണം, അടുത്തത് എക്സ് റൈസ് ടു 0 ആയിരിക്കണം. അതായത് കോൺസ്റ്റന്റ് ടേം ആയിരിക്കണം. ക്ലിയർ? സോ പർട്ടിക്കുലർലി നമുക്ക് സെക്കൻഡ് ഓർഡറിന്റെ ഫോം ഒന്ന് എഴുതി വെക്കാം. സെക്കൻഡ് ഓർഡർ Cauchy-Euler ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെക്കൻഡ് ഓർഡർ Cauchy-Euler ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d2y/dx², x സ്ക്വയർ ഉണ്ട് കേട്ടോ, x² d2y/dx² പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വസ്റ്റ്യനിൽ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ഉണ്ടാവും, കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഉണ്ടാവില്ല. സോ എക്സ് ഇൻറ്റു, ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ആണെങ്കിൽ അടുത്ത എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം. dy/dx പ്ലസ് എന്താണ്, ഒരു അനദർ കോൺസ്റ്റന്റ് കൊടുക്കാം, by is equal to r of x. അപ്പൊ ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ Cauchy-Euler ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ Cauchy-Euler ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Then after identifying the question as in the format of second order Cauchy-Euler differential equation, listen carefully. After identifying the question as in the format of Cauchy-Euler ordinary differential equation, first of all we should have to write some substitutions. ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതണം? കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് എഴുതണം. ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് എഴുതാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് y is equal to x raised to m. y is equal to എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, x raised to m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കുക. സോ അതനുസരിച്ചിട്ട് dy/dx എന്ന് പറയുന്നത് എന്താണ്? y ഡാഷ് ആണ്. ശരിയല്ലേ? dy/dx എന്ന് പറഞ്ഞാൽ അത് y ഡാഷ് ആണെന്ന് അറിയാം. dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. m into x raised to m minus 1. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. x raised to n ന്റെ ഡെറിവേറ്റീവ് എന്താണ്? n into x raised to n minus 1. അപ്പൊ അതനുസരിച്ച് x raised to m ന്റെ ഡെറിവേറ്റീവ് എന്താണ്? m into x raised to m minus 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ y ഡബിൾ ഡാഷ് എന്തായിരിക്കും? m into m കോൺസ്റ്റന്റ് മാറ്റി നിർത്തി x raised to m minus 1 ന്റെ ഡെറിവേറ്റീവ് m minus 1 into x raised to m minus 1 minus 1 വരും. -1 -1 നെ എനിക്ക് എങ്ങനെ എഴുതാം? -2 എന്ന് എഴുതിക്കോട്ടെ. -2. ക്ലിയർ? അപ്പൊ അതാണ് y ഡബിൾ ഡാഷ്. y ഡബിൾ ഡാഷ് വരെ മാക്സിമം വരുള്ളൂ. ഇനി ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ജനറൽ സൊല്യൂഷൻസ് ശരിക്കും പറഞ്ഞാൽ അത് സോൾവ് ചെയ്തെടുക്കണം എന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാണാതെ പഠിച്ചു വെക്കുകയാണ്, അതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് 3 രീതിയിൽ സൊല്യൂഷൻസ് വരാം. ശ്രദ്ധിച്ചിരിക്കുക. അത് 3 എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ? ഏതൊക്കെയാണ്? ഓക്സിലറി ഇക്വേഷന്റെ, ലിസൺ കെയർഫുള്ളി, ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 രീതിയിൽ വരാം. ഈക്വൽ റൂട്ട്സ് വരാം, കോംപ്ലക്സ് റൂട്ട്സ് വരാം, പിന്നെന്താ വരുന്നത്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരാം. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, ഈക്വൽ, കോംപ്ലക്സ്. അത് 3 വരുന്ന കേസിലുള്ള സൊല്യൂഷൻസും എനിക്കറിയാം. പക്ഷെ ആ സൊല്യൂഷൻ അല്ല Cauchy-Euler ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ. ചെറിയ മോഡിഫിക്കേഷൻ. ആ മോഡിഫിക്കേഷൻ വെച്ചുള്ള ഫോർമുലാസ് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഈക്വൽ റൂട്ട്, അപ്പൊ ഇനി എഴുതാൻ പോകുന്ന ഫോർമുലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ റൂട്ട് വരുന്ന കേസിൽ ശ്രദ്ധിച്ചിരിക്കുക. ഈക്വൽ റൂട്ട് വരുന്ന കേസിൽ ഈക്വൽ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? m1, m2. സോറി, m1, m1. ഈക്വൽ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 റൂട്ടും സെയിം ആണെന്നുള്ള മീനിങ് ആണ്. ഈക്വൽ റൂട്ട് വരുന്ന കേസിൽ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to, ശ്രദ്ധിച്ചിരിക്കുക, y is equal to സാധാരണ രീതിയിൽ എന്താണ്? c1 plus c2x into e raised to m1x. c1 plus c2x into e raised to m1x. അതിന് ചെറിയൊരു മോഡിഫിക്കേഷൻ. In the case of Cauchy-Euler differential equation, c1 plus c2 log x into, ശ്രദ്ധിച്ചിരിക്കുക, c1 plus c2 log x into x raised to m1. c1 plus c2 log x into x raised to m1. ഈ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഈക്വൽ റൂട്ട് ആണെങ്കിൽ m1 കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഇൻ ദ കേസ് ഓഫ് Cauchy-Euler differential equation. In the case of Cauchy-Euler differential equation. ഉറപ്പിക്കുക മനസ്സിൽ. Cauchy-Euler differential equation ആണെങ്കിൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. അല്ലാതെ വേറെ ഏത് വന്നാലും c1 plus c2x into e raised to m1x നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്ത് വന്ന സാധനം. പക്ഷെ Cauchy-Euler ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇനി അടുത്ത കേസ് എന്താ വരുന്നത്?
റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. റിയൽ ആൻഡ്, ഇത് റിയൽ ആൻഡ് ഈക്വൽ എന്നാണ്, തൽക്കാലം ഈക്വൽ എന്ന് മതി. റിയൽ ആൻഡ് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരുവാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, y is equal to, y എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. y is equal to, yc എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയതുകൊണ്ട് yc is equal to c1 x raised to m1 plus c2 x raised to m2. നമ്മൾ പഠിച്ചത് c1 e raised to m1x plus c2 e raised to m2x ആണ്. സോ c1 x raised to m1 plus c2 x raised to m2. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ? ഈ m1ന്റെ m2ന്റെയും കൂടെ വേറെ ആൾക്കാരൊന്നുമില്ല. c1 x raised to m1 plus c2 x raised to m2. ഇത് എന്തിന്റെ കേസിലാണ്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റിന്റെ കേസിൽ. ഇനി ഒരു കേസും കൂടെ അല്ലേ ഉള്ളൂ ബാക്കി. നെക്സ്റ്റ് കേസ് ആരാണ്? ദിസ് ഈസ് ഫസ്റ്റ് കേസ്, ദിസ് ഈസ് സെക്കൻഡ് കേസ്, ആൻഡ് ഒരു കേസും കൂടെ നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്, തേർഡ് കേസ്. കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസ്. കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസ് ശ്രദ്ധിച്ചിരിക്കുക. കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസിൽ എങ്ങനെയാണ് റൂട്ട് വരുന്നത്? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ m1, m2. കോംപ്ലക്സ് റൂട്ട് എന്ന് പറയുമ്പോൾ m1 പ്ലസ് ഓർ മൈനസ് im2, m1 പ്ലസ് ഓർ മൈനസ് im2 എന്നുള്ള രീതിയിലാണ് റൂട്ട് വരുന്നത്. എന്തിന്റെ റൂട്ട്? ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട്. ആ കേസിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc is equal to, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, x raised to m1, x raised to m1 into c1 cos m2 log x, c1 cos m2 log x plus c2 sin m2 log x, c1 cos m2 log x plus c2 sin m2 log x. ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നേരെ തന്നെ എഴുതുക, ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടേം താഴെ എഴുതിയത്. c1 cos m2 log x plus c2 sin m2 log x. ഒന്നുകൂടെ ഞാൻ ഈ ഒരു സ്പേസിൽ നേരെ ഒന്ന് എഴുതി കാണിക്കാം. yc is equal to x raised to m1 into c1 cos m2 log x plus c2 sin m2 log x. If the root comes like m1 plus or minus im2 in the case of Cauchy-Euler ordinary differential equation, then the final complementary function is x raised to m1 into c1 cos m2 log x plus c2 sin m2 log x. മൂന്ന് ഇക്വേഷനും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. This is the first formula, this is the second formula, this is the third formula. Clear? ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് കയറാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നേരെ പ്രോബ്ലംസിലേക്ക് കയറാം. യെസ്, നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ x square y double dash minus 4y is equal to 0. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു Cauchy-Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. സോ എങ്ങനെയാണ് ഒരു Cauchy-Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക? ആദ്യമേ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? x സ്ക്വയർ. ഈ x സ്ക്വയർ എന്നുള്ള കോയിഫിഷ്യന്റ് കാണുമ്പോൾ, അഥവാ ഇത്രയും നാൾ നമ്മൾ ചെയ്ത ക്വസ്റ്റിനകത്ത് കോയിഫിഷ്യന്റ് എല്ലാം കോൺസ്റ്റന്റ് ആയിരുന്നു. കോയിഫിഷ്യന്റ് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എക്സിന്റെ ടേമിലുള്ള, അഥവാ എക്സ് റൈസ് ടു എൻ ടൈപ്പ് ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണെന്ന് ഉറപ്പിക്കാം? Cauchy-Euler ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, സംഭവം എനിക്ക് മനസ്സിലായി, Cauchy-Euler ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. ക്വസ്റ്റ്യൻ ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം. ശ്രദ്ധിച്ചിരിക്കുക, എന്തൊക്കെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻസ്? നമുക്ക് പതിയെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. y is equal to x raised to m. നമുക്ക് y ഡബിൾ ഡാഷ് വരെ വരണം. y dash equal to m into x raised to m minus 1. y double dash is equal to m into m minus 1 into m into m minus 1 into x raised to m minus 2, x raised to m minus 2. Clear? ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഈ ഒരു സ്പേസിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. x സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡാഷിന് പകരം ഞാൻ എന്ത് കൊടുക്കും? m ഇൻറ്റു m minus 1 into x raised to m minus 2 minus 4 into y ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? x raised to m equal to എന്താണ്? 0. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പം ഏത് ഫോമാണ്? x സ്ക്വയർ ഇൻറ്റു x raised to m minus 2. നമുക്കറിയാം a raised to m into
എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ അതനുസരിച്ച് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് ടു എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു ഈ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. 2 പ്ലസ് എം മൈനസ് 2. ബാക്കി എന്തുണ്ട്? എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4 എക്സ് റേസ് ടു എം ഇസ് ഈക്വൽ ടു എന്താണ്? 0. പ്ലസ് 2 മൈനസ് 2 ക്യാൻസൽ ആയി പോകും. ബാക്കി എക്സ് റേസ് ടു എം, ബാക്കി എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4 എക്സ് റേസ് ടു എം ഇസ് ഈക്വൽ ടു 0. രണ്ട് ടേംസിലും എന്ത് പുറത്തെടുക്കാം? എക്സ് റേസ് ടു എം പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട്? എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4. ശരിയല്ലേ? എം ഇൻറ്റു രണ്ട് ടേമിൽ നിന്ന് എക്സ് റേസ് ടു എം പുറത്തെടുത്താൽ എം ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4 ഈക്വൽ ടു 0. യെസ്. ഈ എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എ 0 ആവണം, അല്ലെങ്കിൽ ബി 0 ആവണം. എക്സ് റേസ് ടു എമ്മിന് 0 ആവാൻ പറ്റില്ല. എക്സ് റേസ് ടു എം 0 ആയി കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ y 0 ആയി പോകും. ശരിയല്ലേ? y 0 ആയി കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിലനിൽപ്പില്ലല്ലോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തത്തിൽ 0 ആയി പോകും. അപ്പൊ അതുകൊണ്ട് എന്തിന് 0 ആവാൻ പറ്റില്ല? എക്സ് റേസ് ടു എമ്മിന് 0 ആവാൻ പറ്റില്ല. therefore ആര് 0 ആയേ പറ്റുള്ളൂ? m ഇൻറ്റു എം മൈനസ് 1 മൈനസ് 4 ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എം സ്ക്വയർ മൈനസ് എം മൈനസ് 4 ഇസ് ഈക്വൽ ടു എന്താണ്? 0. ക്ലിയർ? സമ്മും പ്രോഡക്റ്റും മൈനസ് 1 മൈനസ് 4. നമ്പേഴ്സ് പെട്ടെന്ന് കിട്ടത്തില്ല. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യാം. എം ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. എ ബി സി എന്താണ്? a ഇസ് ഈക്വൽ ടു എം സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1, b ഇസ് ഈക്വൽ ടു എമ്മിന്റെ കോയിഫിഷ്യന്റ് മൈനസ് 1, c ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് മൈനസ് 4. ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac whole divided by 2a. So this is equal to minus of b is minus 1 plus or minus root of b square എന്ന് പറയുമ്പോൾ minus 1 ന്റെ സ്ക്വയർ plus 1 minus 4ac. 4 into 1 into minus 4. 4 into 1 into minus 4 divided by 2a. That is 2 into a എന്ന് പറയുന്നത് എന്താണ്? 1. Clear? So this is equal to minus of minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? plus 1 plus or minus root 1 minus into minus plus 4 into 4 16 divided by 2 into 1 2 is equal to 1 plus or minus root 17 divided by 2. 1 plus or minus root 17 by 2. രണ്ട് റൂട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ 1 plus root 17 by 2 and 1 minus root 17 by എന്താണ്? 2. ക്ലിയർ? ഇതാണ് എൻ്റെ m1, ഇതാണ് എൻ്റെ m2. അങ്ങനെ രണ്ട് റൂട്ട്സ് കിട്ടി, m1 ആൻഡ് m2. രണ്ട് റൂട്ട്സും റിയൽ ആണ്, രണ്ട് റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സംഭവം കോച്ചി-യൂലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരുമ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സൊല്യൂഷൻ? y is equal to കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ yc മാത്രമേ ഉള്ളൂ, yp ഇല്ല. y is equal to yc ആണ്. സോ y is equal to yc ഓൺലി. yc എഴുതാൻ എനിക്കറിയാം, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതുന്നതാണ് സൊല്യൂഷൻ. ക്ലിയർ? മനസ്സിലായോ? y is equal to yc പ്ലസ് yp ആണ് എന്റെ ഫൈനൽ സൊല്യൂഷൻ. റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് എന്തില്ല? yp ഇല്ല. സോ y is equal to yp ഓൺലി is the solution. y is equal to yc ഓൺലി is the solution. സോ y is equal to yc യുടെ ഉത്തരം ഞാൻ എഴുതിയാൽ സൊല്യൂഷൻ ആയി മാറി. സോ y is equal to yc എന്ന് പറയുന്ന കോംപ്ലിമെന്ററി ഫംഗ്ഷൻ c1 e raised to m1x plus c2 e raised to m2x in the case of all other kind of differential equation, but in the case of Cauchy-Euler differential equation solution already പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു സൊല്യൂഷൻ? ശ്രദ്ധിച്ചിരിക്കുക. c1 x raised to m1 plus c2 x raised to m2. m1 എന്താണ്? 1 plus root 17 by 2. ഇവിടെ എന്താണ്? 1 minus root 17 by 2. So c1 x raised to 1 plus root 17 by 2 plus c2 x raised to 1 minus root 17 by 2. ശരിയല്ലേ? എന്തായിരുന്നു ജനറൽ? എങ്ങനെയായിരുന്നു? y is equal to c1 x raised to m1 plus c2 x raised to m2. ക്ലിയർ? c1 x raised to m1 ന്റെ പ്ലേസിൽ ആദ്യത്തെ റൂട്ട് പ്ലസ് c2 x raised to m2 ന്റെ പ്ലേസിൽ രണ്ടാമത്തെ റൂട്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോൾവ് x സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് 5y ഇസ് ഈക്വൽ ടു 0. കോയിഫിഷ്യൻസ് ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ എക്സ് ആ രീതിയിലാണ് കോയിഫിഷ്യൻസ് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ കോയിഫിഷ്യൻസ്
ഡിക്രീസിങ് പവേഴ്സ് ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ കോഷി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. സോ അപ്പോൾ അത് മനസ്സിലായ ഉടനെ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാന്നുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ നമുക്ക് അവിടെ. സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുക. y is equal to x raised to m, y dash is equal to m into x raised to m minus 1, y double dash is equal to m into m minus 1 into x raised to m minus 2. ക്ലിയർ? ഇതാണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് എനിക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore x square into y double dash ന്റെ പ്ലേസിൽ m into m minus 1 into x raised to m minus 2 minus x into y dash ന്റെ പ്ലേസിൽ m into x raised to m minus 1 plus 5 into y യുടെ പ്ലേസിൽ x raised to m equal to എന്താണ് 0. ക്ലിയർ? സോ ഇവിടെ എന്താ ചെയ്യണം? a raised to m into a raised to n, m into m minus 1 ഞാൻ മാറ്റി നിർത്തിയാൽ x raised to 2 plus m minus 2 ശരിയാണല്ലോ. മൈനസ് ഈ m ഞാൻ മാറ്റി നിർത്തിയാൽ x raised to 1 കൊടുത്താൽ a raised to m into a raised to n, a raised to m plus n, x raised to 1 plus m minus 1. പവേഴ്സ് അങ്ങ് ആഡ് ചെയ്ത് പോയാൽ മതി. മൈനസ് എന്താണ്, പ്ലസ് എന്താണ് 5x raised to m equal to എന്താണ് 0. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ എല്ലാ പവേഴ്സിൽ എന്തെങ്കിലും ക്യാൻസലേഷൻ ഒക്കെ നടന്ന് x raised to m കോമൺ ആയിട്ട് പുറത്ത് കിട്ടും. x raised to m മാത്രമായിട്ട് കോമൺ ആയിട്ട് പുറത്ത് കിട്ടും. 100% അങ്ങനെ വരുള്ളൂ. എല്ലാ ക്വസ്റ്റനും അതുപോലെയാണ്. സോ ഈ +2 -2 ക്യാൻസൽ ചെയ്ത് കളയാം, +1 -1 ക്യാൻസൽ ചെയ്ത് കളയാം. സോ m into m minus 1 into x raised to m minus m into x raised to ബാക്കി m മാത്രമേ ഉള്ളൂ plus 5 into x raised to m is equal to എന്താണ് 0. എല്ലാ ടേമിൽ നിന്നും എനിക്ക് എന്ത് പുറത്തെടുക്കാം? x raised to m പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ട്? m into m minus 1 minus m plus 5 is equal to എന്താണ് 0. സോ x raised to m into ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ m square minus m plus 5 is equal to എന്താണ് 0. a into b 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ a 0 ആണോ അല്ല b 0 ആണോ. x raised to m 0 ആവാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു x raised to m 0 ആയ y 0 ആവും. y 0 ആയ ക്വസ്റ്റ്യൻ തന്നെ 0 ആയി പോകും. ബാക്കി എന്തുണ്ട്? therefore ആര് 0 ആയി പറ്റുള്ളൂ? m square minus m plus 5 is equal to 0 ആയി പറ്റുള്ളൂ. m square minus m എന്താണ്? -2m ആണ്. plus 5 is equal to എന്താണ് 0. സം -2 പ്രോഡക്റ്റ് 5 ഇല്ല, നമ്പേഴ്സ് ഒന്നും ഇല്ല, പെട്ടെന്ന് കിട്ടത്തില്ല. സോ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഇവിടെ കോഎഫിഷ്യന്റ് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ -b + or - √b² - 4ac/2a ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത ഒരു കാൽക്കുലേറ്ററിൽ ഈ കോഎഫിഷ്യൻസ് അടിച്ചു കൊടുത്തെങ്കിലും റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഞാൻ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുവാണേ. m square -2m plus 5 അപ്പുറത്ത് വരുമ്പോൾ -5. ആദ്യമേ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ m സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. m സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് എലിജിബിൾ ഫോർ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ആദ്യമേ കോൺസ്റ്റന്റ് അപ്പുറത്താക്കണം. ദെൻ m square -2m, m ന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യണം. ആഡിങ് കോഎഫിഷ്യന്റ് ഓഫ് m/2 the whole square on both sides of the equation. m ന്റെ കോഎഫിഷ്യന്റ് -2 ന്റെ പകുതി -1 ന്റെ സ്ക്വയർ +1. അത് രണ്ട് സൈഡിലും ആഡ് ചെയ്തു. രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നത് എന്തിനാണ്? വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ. ദെൻ ഇതെന്താണ്? m-1 ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആദ്യം കിടക്കുന്ന ടേമിന്റെ റൂട്ട്, രണ്ടാമത് കിടക്കുന്ന ടേമിന്റെ സൈൻ, മൂന്നാമത് കിടക്കുന്ന ടേമിന്റെ റൂട്ട് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ആദ്യം കിടക്കുന്നത് m സ്ക്വയറിന്റെ റൂട്ട് m, രണ്ടാമത് കിടക്കുന്ന 2m ന്റെ സൈൻ മൈനസ്, മൂന്നാമത് കിടക്കുന്ന 1 ന്റെ റൂട്ട് 1 ഹോൾ സ്ക്വയർ is equal to -5 + 1 എന്താണ്? -4. അവിടെ എനിക്ക് എന്ത് കിട്ടും? m-1 is equal to root of -4. റൂട്ട് -4 എന്താണ്? ± 2i ആണ്. ശരിയല്ലേ? അവിടെ m is equal to എന്ത് കിട്ടും? -1 ഇപ്പുറത്ത് വരുമ്പോൾ 1 ± 2i കിട്ടും. സോ 1 ± 2i. ശ്രദ്ധിച്ചിരിക്കുക. ഇൻ ദ കേസ് ഓഫ് Cauchy-Euler ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. m1 ± im2 അഥവാ കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസിൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ്? y is equal to, ശ്രദ്ധിച്ചിരിക്കുക, y is equal to x raised to m1 into c1 cos m2 log x plus c2 sin m2 log x. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ?
m1ന്റെയും m2ന്റെയും പ്ലേസിൽ ദിസ് ലുക്സ് ലൈക്ക് m1 പ്ലസ് ഓർ മൈനസ് I m2 അല്ലേ? കമ്പയർ ചെയ്താൽ m1ന്റെ വാല്യൂ 1, m2ന്റെ വാല്യൂ എന്താണ് 2. If two complex numbers are said to be equal, then its real and imaginary parts must be equal. So m1 1 ആയിരിക്കണം, m2 2 ആയിരിക്കണം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x raised to m1 എന്ന് പറഞ്ഞാൽ 1 ആണ്. So x raised to 1 into c1 cos m2 എന്താണ് 2 log x plus c2 sin m2 എന്താണ് 2 log x. Clear? So x raised to 1 x തന്നെയാണ്. So this is our final solution. x into c1 cos 2 log x plus c2 sin 2 log x. Clear? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റൻ ആണ്. ഒരു IVP ആണ്, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. കോച്ചി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ക്ലിയർ? സാധാരണ രീതിയിൽ സോൾവ് ചെയ്യുക, എന്നിട്ട് ഈ കണ്ടീഷൻസ് കൊടുത്തിട്ട് ആ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതായത് ജനറൽ സൊല്യൂഷൻ ആണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യനകത്തെല്ലാം C1 C2 പോലെയുള്ള ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ജനറൽ സൊല്യൂഷനെ പർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ക്ലൂസ് ആണ്, ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ കോൺസ്റ്റൻസ് C1 C2 എന്ന് പറയുന്ന കോൺസ്റ്റൻസിനെ കണ്ടുപിടിക്കാനുള്ള ക്ലൂസ് ആണ് ഇതെല്ലാം. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. അപ്പൊ നമ്മൾ ആദ്യമേ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഇതുവരെ ചെയ്ത പോലെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ആൻസർ സ്റ്റാർട്ട് ചെയ്തോളൂ. കോച്ചി-ഓയിലർ ആണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം x2 x അതേപോലെയുള്ള കോഎഫിഷ്യൻസ് വരുമ്പോൾ തന്നെ കോച്ചി-ഓയിലർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവും. ദെൻ നേരെ സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. y is equal to x raised to m, y dash is equal to m into x raised to m minus 1, y double dash is equal to m into m minus 1 into x raised to m minus 2. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. therefore x square into y double dash ന്റെ പ്ലേസിൽ m into m minus 1 into x raised to m minus 2 minus 4x into y dash ന്റെ പ്ലേസിൽ m into x raised to m minus 1 plus 6 into y യുടെ പ്ലേസിൽ x raised to m equal to എന്താണ് 0. ക്ലിയർ? സോ ഇവിടെ m into m minus 1 മാറ്റി നിർത്തുക, m into m minus 1 മാറ്റി നിർത്തുക, a raised to m into a raised to n, a raised to m plus n, 2 plus m minus 2. ക്ലിയർ? ഇത് എപ്പോഴും ഇതേപോലെ തന്നെ വരുള്ളൂ കേട്ടോ. ഇപ്പൊ രണ്ട് പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൈനസ് ഇവിടെ 4m മാറ്റി നിർത്തിയാൽ x raised to 1 into x raised to m minus 1, x raised to 1 plus m minus 1. ശരിയല്ലേ? പ്ലസ് 6 into x raised to m is equal to എന്താണ് 0. Then ഇവിടെ plus 2 minus 2 cancel ആവും, ഇവിടെ plus 1 minus 1 cancel ആവും. So m into m minus 1 into x raised to m ആണ് ബാക്കി വരുന്നത്, minus 4m into x raised to m ആണ് ബാക്കി വരുന്നത്, plus 6x raised to m is equal to എന്താണ് 0. ഈ മൂന്ന് ടേംസിൽ നിന്നും നമുക്ക് എന്ത് പുറത്തെടുക്കാം? x raised to m പുറത്തെടുക്കാം. ബാക്കി m into m minus 1 minus 4m plus 6 is equal to എന്താണ് 0. x raised to m ന് 0 ആകാൻ പറ്റില്ല. എല്ലാം നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ് ഞാൻ എഴുതുന്നത് കേട്ടോ. m into m എന്ന് പറഞ്ഞാൽ m സ്ക്വയർ മൈനസ് m into 1 എന്ന് പറഞ്ഞാൽ m മൈനസ് 4m പ്ലസ് 6 is equal to എന്താണ് 0. സോ m സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 is equal to 0. സമ്മും പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. സമ്മ് മൈനസ് 5, പ്രോഡക്റ്റ് 6. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 ആണ്, മൈനസ് 2 മൈനസ് 3. ശരിയല്ലേ? മൈനസ് 2 മൈനസ് 3 കൂട്ടിയാൽ മൈനസ് 5, ഗുണിച്ചാൽ പ്ലസ് 6. സോ സ്പ്ലിറ്റ് ചെയ്തിടുമ്പോൾ m മൈനസ് 2 ഇൻറ്റു, ശ്രദ്ധിച്ചിരിക്കുക, m മൈനസ് 2 ഇൻറ്റു m മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. m മൈനസ് 2 ഇൻറ്റു m മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. സോ m ഇസ് ഈക്വൽ ടു 2 ഒരു സൊല്യൂഷൻ കിട്ടും, m ഇസ് ഈക്വൽ ടു 3 ഒരു സൊല്യൂഷൻ കിട്ടും. ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? റിയൽ ആണ്, അതേപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റും ആണ്. ശരിയല്ലേ? സോ അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ therefore y is equal to yc only because yp 0 ആണ്, RHS 0 ആയതുകൊണ്ട്. സോ y is equal to റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റിന്റെ കേസിൽ എന്താണ്? c1 x raised to m1 പ്ലസ് c2 x raised to m2. ഇതാണ് നമ്മൾ ജനറലി പഠിച്ചു വെച്ചിട്ടുള്ളത്. അതനുസരിച്ച് c1 x raised to m1 ഫസ്റ്റ് റൂട്ട് 2 പ്ലസ്
c2 x raised to n2 second root എന്താണ് 3. സോ c1 x സ്ക്വയർ പ്ലസ് എന്താണ് c2 x ക്യൂബ്. c1 x സ്ക്വയർ പ്ലസ് c2 x ക്യൂബ്. ഇതാണ് എന്തെന്ന് പറയുന്നത് എന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ജനറൽ സൊല്യൂഷൻ. ഈ ജനറൽ സൊല്യൂഷനെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം എന്താണ്, ഒരു IVP അഥവാ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ശരിയല്ലേ? നമുക്ക് നേരെ കണ്ടീഷൻസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, y of 1 is equal to 0.4. ശ്രദ്ധിച്ചിരിക്കുക, y of 1 is equal to എന്താണ് 0.4. ക്ലിയർ? ക്ലിയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. y of 1 is equal to 0.4 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, y of 1 is equal to 0.4. അതായത് എക്സിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ എനിക്ക് y-യുടെ ഉത്തരവായിട്ട് 0.4 എഴുതാം. ശരിയല്ലേ? എക്സിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ y-യുടെ ഉത്തരവായിട്ട് 0.4 എഴുതാം. അതാണ് അതിന്റെ മീനിങ്. ക്ലിയർ? ഈ മീനിങ് ഒക്കെ IVPയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ y-യുടെ പ്ലേസിൽ എനിക്ക് y-യുടെ പ്ലേസിൽ ഉത്തരം 0.4 കൊടുക്കാം. ഈ എക്സിന്റെ പ്ലേസിലെല്ലാം ഞാൻ എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. ശരിയല്ലേ? എക്സിന്റെ പ്ലേസിലെല്ലാം 1 കൊടുക്കണം. അപ്പൊ എന്ത് വരും, c1 1 സ്ക്വയർ പ്ലസ് c2 1 ക്യൂബ്. ശരിയല്ലേ? എക്സ് കണ്ടെടുത്തെല്ലാം ഞാൻ 1 കൊടുത്തു. c1 1 സ്ക്വയർ, ഈ ബ്രാക്കറ്റ് ഇട്ട കൺഫ്യൂഷൻ നോക്കട്ടെ, c1 1 സ്ക്വയർ പ്ലസ് എന്താണ് c2 1 ക്യൂബ് is equal to ഉത്തരം എനിക്ക് എന്ത് കൊടുക്കാം, 0.4 കൊടുക്കാം. ശരിയല്ലേ? സോ c1 പ്ലസ് c2 is equal to എന്താണ് 0.4. That is equation number 1. c1 plus c2 is equal to 0.4. That is equation number 1. Clear? Then അടുത്ത കണ്ടീഷൻ എന്താണ്, y dash of 1 is equal to 0. അപ്പൊ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഈ കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സോ y നമ്മുടെ കയ്യിലുണ്ട്, y dash കണ്ടുപിടിച്ചോ. y dash is equal to c1 into x square derivative 2x plus c2 into x cube ന്റെ ഡെറിവേറ്റീവ് 3x square. സോ y dash is equal to എന്ന് അറേഞ്ച് ചെയ്തിടുവാണ് 2c1x plus 3c2x square. ശരിയല്ലേ? 2c1x plus 3c2x square. ഇനി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് കണ്ടീഷൻ, y dash of 1 is equal to എന്താണ് 0. y-യുടെ ഉത്തരം, y dashന്റെ ഉത്തരം എനിക്ക് 0 കൊടുക്കാം. എപ്പോൾ മാത്രം, എനിക്ക് എക്സിന്റെ പ്ലേസിൽ 1 കൊടുക്കുമ്പോൾ മാത്രം. ശരിയല്ലേ? അപ്പൊ 2c1 എക്സിന്റെ പ്ലേസിൽ ഞാൻ 1 കൊടുത്തു പ്ലസ് 3c2 എക്സിന്റെ പ്ലേസിൽ 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ. ശരിയാണല്ലോ? ഈക്വൽ ടു ഉത്തരം എനിക്ക് എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. സോ 2c1 പ്ലസ് 3c2 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഈക്വൽ ടു എന്താണ് 0. ഈക്വൽ ടു എന്താണ് 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം കൂടെ സോൾവ് ചെയ്താൽ മതി. ഫ്രം ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതി സോൾവ് ചെയ്യാം. c1 പ്ലസ് c2 is equal to എന്താണ് 0.4 ഒരു സൊല്യൂഷൻ, ഒരു ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 2c1 plus 3c2 equal to 0. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? എന്താ ചെയ്യണ്ടേ, മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോയിഫിഷ്യന്റ് ഞാൻ എന്താക്കണം, സെയിം ആക്കണം. ശരിയല്ലേ? രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്ത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോയിഫിഷ്യന്റ് ഞാൻ സെയിം ആക്കണം. കോയിഫിഷ്യന്റ് സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ 2c1 ആണ്. അപ്പൊ മുകളിൽ എനിക്ക് ഒരു 2c1 ഉണ്ടെങ്കിൽ എനിക്ക് മൈനസ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇക്വേഷൻ നമ്പർ 1നെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ശരിയല്ലേ? ഇക്വേഷൻ നമ്പർ 1 is throughout multiplied by 2. ഇക്വേഷൻ നമ്പർ 1 into 2 implies ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. c1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2c1 പ്ലസ് c2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2c2 ഈക്വൽ ടു 0.4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.8. ക്ലിയർ അല്ലേ? ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിയ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 2ലും ഒരു ടൈം സെയിം ആണ്, 2c1 2c1. ഇനി മൈനസ് ചെയ്യുവാണെങ്കിൽ ആ 2c1 അങ്ങ് പൊക്കോളും. അതായത് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ഇംപ്ലൈസ്, മൈനസ് ചെയ്തോ, 2c1ൽ നിന്ന് 2c1 പോയാൽ 0, 3c2ൽ നിന്നും 2c2 പോയാൽ, അത് മൈനസ് ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതിയേക്കാം, 3c2 മൈനസ് 2c2 ഈക്വൽ ടു എന്താണ്, 0ൽ നിന്നും 0.8 കുറയ്ക്കണം, 0 മൈനസ് 0.8. ഈ സ്റ്റെപ്പ് സംശയം ഉണ്ടോ? ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്താണ് എഴുതിയത്. 2c1 മൈനസ് 2c1 0 ആയി പോയി. 3c2 മൈനസ് 2c2 സമം 0 മൈനസ് 0.8. 0 മൈനസ് 0.8. 3c2ൽ നിന്നും 2c2 പോയാൽ ബാക്കി 1c2. 0 മൈനസ് 0.8 എന്ന് പറഞ്ഞാൽ മൈനസ് 0.8. സോ ദ ആൻസർ ഈസ് c2 is equal to എന്താണ്, മൈനസ് 0.8. ഈ c2ന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഇക്വേഷൻ നമ്പർ 1ൽ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, c1 കിട്ടും. ശരിയല്ലേ? ഇക്വേഷൻ നമ്പർ 1 എന്താണ്, c1 പ്ലസ് c2 is equal to 0.4 ആണ്.
സോ അതായത് C1 പ്ലസ് C2ന്റെ പ്ലേസിൽ മൈനസ് 0.8 ഇസ് ഈക്വൽ ടു 0.4. അതായത് C1 മൈനസ് 0.8 ഇസ് ഈക്വൽ ടു 0.4. അതായത് C1 ഈക്വൽ ടു 0.4 പ്ലസ് 0.8. 0.4 പ്ലസ് 0.8 എന്താണ് 1.2. 0.4 പ്ലസ് 0.8 എന്താണ് 1.2. സോ അപ്പോൾ C1ന്റെ വാല്യൂ എന്ത് കിട്ടി 1.2. C2ന്റെ വാല്യൂ എന്താണ് മൈനസ് 0.8. ഈ C1ന്റെയും C2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്ന y ആണ് എൻ്റെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ? therefore ഫൈനൽ സൊല്യൂഷൻ എഴുതുവാണ്. therefore y is equal to C1ന് പകരം 1.2 x square, C2ന് പകരം മൈനസ് 0.8 x cube, this is the final complementary function or final solution. Y is equal to 1.2 x square minus 0.8 x cube. Y is equal to 1.2 x square minus 0.8 x cube. വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചാണ്. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ചെയ്തു അല്ലെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് സെലക്ട് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഏതൊക്കെ കേസ് ചെയ്തു? കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസ് ചെയ്തു, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈക്വൽ റൂട്ട് വരുന്ന കേസിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോൾവ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3xy ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു എന്താണ് 0. അപ്പം എക്സ് സ്ക്വയറും എക്സും ഒക്കെ കോഎഫിഷ്യൻസ് ആയിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്താണെന്നുള്ള കാര്യം, കോച്ചി-ഓയിലർ ആണെന്നുള്ള കാര്യം. കോച്ചി-ഓയിലർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കോച്ചി-ഓയിലറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകും. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? y is equal to x raised to m, y dash is equal to m into x raised to m minus 1, y double dash is equal to m into m minus 1 into x raised to m minus 2. Clear? Substitute ചെയ്തോ. x square into y double dash ന് പകരം m into m minus 1 into x raised to m minus 2 minus 3 into x into y dash ന് പകരം m into x raised to m minus 1 plus 4 into y ക്ക് പകരം x raised to m is equal to 0. So x square into m into m minus 1 ആദ്യം എഴുതാം. m into m minus 1 into x raised to 2 plus m minus 2 എന്ത് വരും? m വരും. ഇനി m എന്ന് എഴുതിക്കോട്ടെ. plus 2 minus 2 ക്യാൻസൽ ആവും. minus 3m into x raised to 1 plus m minus 1 x raised to m വരും. plus എന്താണ് 4x raised to m is equal to 0. മൂന്ന് ടേമിൽ നിന്നും x raised to m പുറത്തെടുത്തു കഴിഞ്ഞാൽ m into m minus 1 minus 3m plus 4 is equal to എന്താണ് 0. x raised to m ന് 0 ആവാൻ പറ്റത്തില്ല. പിന്നെ ആര് 0 ആയേ പറ്റുള്ളൂ? m into m minus 1 into m minus 1 m into m minus 1 minus 3m plus 4 is equal to എന്താവണം? 0 ആവണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. m square minus m minus 3m plus 4 is equal to 0. m square minus 3 minus 1 minus 4m plus 4 is equal to 0. This is m minus 2 whole square is equal to 0. m minus 2 whole square ആണ് m square minus 4m plus 4 എന്ന് പറയുന്നത്. So m is equal to എന്ത് കിട്ടും? 2,2. ഇത് ഏത് കൺസെപ്റ്റ് ആണ്? ഈക്വൽ റൂട്ട് വരുന്ന കൺസെപ്റ്റ്. c1 plus c2x into x raised to m1. c1 plus c2x into e raised to m1x in the case of generalized concepts, but in the case of Cauchy-Euler differential equation c1 plus c2x into x raised to m1. Clear? So therefore general solution is y is equal to c1 plus c2 log x into c1 plus c2 log x into x raised to m1 എന്ന് പറയുന്നത് എന്താണ്? 2. സൊല്യൂഷൻ പഠിപ്പിച്ചല്ലേ? ക്ലിയർ? യെസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ റോൺസ്കിനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കയറാം. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. എക്സിന്റെയും എക്സ് ലോഗ് എക്സിന്റെയും ലീനിയർ ഡിപെൻഡൻസ് ആണ് നമ്മളോട് ആദ്യമേ ചോദിച്ചിട്ടുള്ളത്. അതേ ആൾക്കാർ തന്നെ എക്സ് ആൻഡ് എക്സ് ലോഗ് എക്സ് ബേസിസ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സ് ആൻഡ് എക്സ് ലോഗ് എക്സ് ബേസിസ് ആയിട്ട് വരുന്ന കേസിൽ തീർച്ചയായിട്ടും c1y1 plus c2y2 c1x plus c2x log x c1 plus c2 log x into x c1 plus c2 log x into x raised to 1 നമ്മൾ ഇപ്പോൾ പഠിച്ച കോച്ചി-ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ആണത്. വേണമെങ്കിൽ ആ രീതിയിലും ഒരു റിവേഴ്സ് അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം.
അത്രയും ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. കോച്ചി-യൂലർ അറിയാത്ത ഒരാൾക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കോച്ചി-യൂലർ അറിയാത്ത ഒരാൾക്കും നിങ്ങൾക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും. ആ മെത്തഡാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വേറെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഒരു ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ലീനിയർ ഡിപെൻഡൻസ് അത് ആദ്യമേ ചെയ്ത് നോക്കാം. റോൺസ്കിയൻ ഇവാലുവേറ്റ് ചെയ്യാം. നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കണ്ടാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് എക്സ് ആൻഡ് എക്സ് ലോഗ് എക്സ് നമുക്ക് y1 y2 എടുക്കാം. y1 is equal to x, y2 is equal to എന്താണ്? x log x. y1 ഡാഷ് കണ്ടുപിടിക്കാം. x ഡെറിവേറ്റീവ് 1, y2 ഡാഷ് എന്ന് പറയുമ്പോൾ x ഇൻറ്റു log x ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് log x ഇൻറ്റു x ഡെറിവേറ്റീവ് എന്താണ്? 1. x കട്ടായി പോകും. സോ ദ ആൻസർ ഈസ് എന്താണ്? 1 plus log x. 1 plus log x. Wronskian is equal to determinant y1 y1 dash y2 y2 dash. So this is equal to determinant x 1 x log x 1 plus log x. X log x 1 plus log x. Evaluate ചെയ്തോ. So the answer is x into 1 plus log x minus 1 into x log x എന്ന് പറഞ്ഞാൽ x log x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x plus x log x minus x log x. x log x കട്ട് ചെയ്ത് കളയാം. So the answer is എന്താണ്? x only. Not equal to 0 ആയതുകൊണ്ട് തന്നെ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? x and x log x are linearly എന്താണ്? Independent. Are linearly independent. Yes. x and x log x are എന്താണ്? Linearly independent. സോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സ് ആൻഡ് എക്സ് ലോഗ് എക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ചെക്ക് ദ ലീനിയർ ഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ അപ്പൊ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ജനറൽ സൊല്യൂഷൻ c1y1 പ്ലസ് c2y2 എന്നുള്ള രീതിയിൽ എഴുതണം. രണ്ട് ബേസിസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. സോ ദി സൊല്യൂഷൻ is looks like in the form of y is equal to c1y1 plus c2y2. c1y1 plus c2y2. So y is equal to c1y1 എന്ന് പറഞ്ഞാൽ x plus c2y2 എന്ന് പറഞ്ഞാൽ എന്താണ്? x log x. ശരിയല്ലേ? The basis y1, y2 എന്നുള്ള രീതിയിലാണ് ജനറലി ഉണ്ടാവുക. So equating corresponding pairs y1 is x and y2 is x log x. y1 പ്ലേസിൽ x, y2 x log x. Yes. ഇത് ശരിക്കും നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചിട്ടുള്ള ഇപ്പം ഇത് പഠിച്ച ഒരാൾക്ക്, അതായത് കോച്ചി-യൂലർ പഠിച്ച ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ശരിക്കും കോച്ചി-യൂലർ പഠിക്കുന്നതിന് മുമ്പ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ഇത്. അപ്പൊ വേറെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. ശരിക്കും ഈ രണ്ട് ടേംസിൽ നിന്ന് എക്സ് പുറത്തെടുത്ത് c1 plus c2 log x into x raised to 1, c1 plus c2x into x raised to 1, x raised to 1 എന്ന് വായിച്ച് m1 is equal to 1 ഈക്വൽ റൂട്ട് കൺസെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് കോച്ചി-യൂലർ നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അപ്രോച്ച് ചെയ്താലും നിങ്ങൾക്ക് സെയിം ഉത്തരം കിട്ടും. എങ്കിലും വേറൊരു മെത്തഡാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ മെത്തഡ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം കോച്ചി-യൂലറിന്റെ ഫൈനൽ സൊല്യൂഷൻസും ഇക്വേഷൻസ് ഫോർമാറ്റ്സും അറിയാത്ത ഒരാൾ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റണമല്ലോ. ഓക്കെ. അപ്പൊ c1 x പ്ലസ് എന്താണ്? c2 log x. നമ്മൾ പഠിച്ച സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ച മൂന്നെണ്ണം അല്ലെന്ന് മനസ്സിലായി. c1 plus c2x into e raised to m1x c1 e raised to m1x plus c2 e raised to m2x ഒന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ശരിയല്ലേ? e raised to m1x into c1 cos m2x plus c2 sin m2x ആ മൂന്നെണ്ണം അല്ല. കാരണം ലോഗരിതം ഒക്കെ ഉണ്ട്. ലോഗരിതം ഉള്ളപ്പോൾ തന്നെ മനസ്സിലാക്കണം അത് കോച്ചി-യൂലർ ടൈപ്പിൽ വരുന്നതാണ്. ഒരു അസംഷൻ എനിക്ക് ഓൾറെഡി കിട്ടും. നിങ്ങളുടെ മനസ്സിൽ ചുമ്മാ ഉറപ്പിച്ച് വെക്കണം. എനിക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള ഉത്തരത്തിനകത്ത് കോഎഫിഷ്യൻസ് ആയിട്ട് x സ്ക്വയറും x ഒക്കെ ഉണ്ടാവണം. ആ ഒരു ചെറിയൊരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ. ദെൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y ഡാഷ് കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? c1 into x ഡെറിവേറ്റീവ് 1 ആയി പോകും. c2 into ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x into log x ഡെറിവേറ്റീവ് 1/x plus second log x into x ഡെറിവേറ്റീവ് 1. x കട്ടാവും. സോ y ഡാഷ് is equal to c1 plus c2 into 1 plus log x. എന്താണ്? c1 plus c2 into 1 plus log x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. നമുക്ക് y ഡബിൾ ഡാഷിലേക്ക് പോവാം. y ഡബിൾ ഡാഷ് is equal to c1 ന്റെ ഡെറിവേറ്റീവ് 0 ബാക്കി c2 into 1 ന്റെ ഡെറിവേറ്റീവ് 0 log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അതായത് എന്താണ്? c2/x കിട്ടും. ശരിയല്ലേ? അവിടെ നിന്ന് എനിക്ക് c2 എന്ത് കിട്ടും? c2 is equal to by x നേരെ ഇങ്ങോട്ട് വന്നാൽ x into y ഡബിൾ ഡാഷ്. c2 എന്ന് പറഞ്ഞാൽ എന്താണ്? x into y ഡബിൾ ഡാഷ്. ആ c2 ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്? y ഡാഷ് is equal to c1 plus c2 ന് പകരം x y ഡബിൾ ഡാഷ് into 1 plus log x. x y double dash into 1 plus log x. ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം.
y dash is equal to c1 plus xy double dash into 1 എന്ന് പറഞ്ഞാൽ xy double dash plus x log x y double dash. x log x എന്താണ് y double dash. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇയാൾ ഇങ്ങോട്ടും പോയി, ഇയാൾ ഇങ്ങോട്ടും പോയി. ശരിയാണല്ലോ? ഇനി ഇവിടുന്ന് c1 എഴുതുക. c1 എന്ന് പറഞ്ഞാൽ എന്താണ്? y dash ഇവന്മാരെല്ലാം ഇപ്പുറത്ത് വരണം. മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ലോഗ് എക്സ് വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ലോഗ് എക്സ് വൈ ഡബിൾ ഡാഷ്. ക്ലിയർ? 3 പേനയും തീരാറായി, അതുകൊണ്ട് മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. c1 y dash മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ലോഗ് എക്സ് ഇൻറ്റു എന്താണ് y dash. ക്ലിയർ? അപ്പൊ എനിക്ക് c1 ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, c1 ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, c2 ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? c1 c2 ഉത്തരം കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് ഉത്തരങ്ങൾ ഈ y-യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തോരും? ഇതാണ് y എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ താഴെ കിടക്കുന്നത്. y is equal to c1x plus c2x log x. y is equal to c1 ന്റെ പ്ലേസിൽ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y dash minus x y double dash minus x log x y double dash x അത്ര ഇൻറ്റു എന്ത് കിടപ്പുണ്ട്? ഒരു x കിടപ്പുണ്ട്. പ്ലസ് c2 ന്റെ പ്ലേസിൽ x y double dash ഇൻറ്റു എന്താണ്? x log x ഇൻറ്റു എന്താണ്? x log x. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y is equal to മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x y dash മൈനസ് x square y double dash മൈനസ് x square log x y double dash പ്ലസ് x ഇൻറ്റു x എന്താണ്? x square log x y double dash പ്ലസ് x square log x y double dash മൈനസ് x square log x y double dash ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? y is equal to x y dash മൈനസ് x square y double dash മൈനസ് x square y double dash ഇപ്പുറത്ത് വരുമ്പോൾ x square y double dash പ്ലസ് x y dash ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് x y dash. ഓൾറെഡി ഇവിടെ പ്ലസ് y ഉണ്ട്, is equal to എന്താണ്? 0. സോ x square y double dash മൈനസ് x y dash പ്ലസ് y is equal to 0. ശരി, Cauchy-Euler ഇക്വേഷൻ അല്ലേ? x square x ഡിക്രീസിംഗ് പവർ ആയിട്ട് പോകുന്നു. ശരിയല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലിയർ? സോ അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് കാര്യങ്ങളാണ് Cauchy-Euler ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പഠിക്കാനുള്ളത്. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇതേ ലോജിക്ക് തന്നെ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഞാൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിന് മുമ്പ് അത് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് കൺസെപ്റ്റ്സ് തീർക്കണമല്ലോ ആദ്യം. A to Z കൺസെപ്റ്റ്സ് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ മൊഡ്യൂളുമായിട്ട് കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി.